LCM അഥവാ ലസാഗുവിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം നമുക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കിയാലോ. ഇവിടെ നമുക്കൊരു സർക്കുലർ ട്രാക്ക് ആണുള്ളത്. ചോദ്യം ഇതാണ്: ഫ്രം എ പോയിന്റ് ഓൺ എ സർക്കുലർ ട്രാക്ക് 5 കിലോമീറ്റർ ലോങ്, A, B and C started in the same direction at the same time with a speed of 2.5 km per hour, 3 km per hour and 2 km per hour respectively. Then on the starting point all will meet again after. അതായത് വൃത്താകൃതിയിലുള്ള ഒരു ട്രാക്കിന് 5 കിലോമീറ്റർ നീളമുണ്ട്. A, B, C എന്നിവ യഥാക്രമം മണിക്കൂറിൽ 2.5, 3, 2 എന്നീ കിലോമീറ്റർ പെർ വേഗതയിൽ ഈ ട്രാക്കിലെ ഒരു പോയിന്റിൽ നിന്ന് ഒരേ സമയം ഒരേ ദിശയിൽ യാത്ര ആരംഭിച്ചു എങ്കിൽ അവർ ആരംഭ പോയിന്റിൽ വീണ്ടും കണ്ടുമുട്ടുന്നത് എത്ര സമയത്തിന് ശേഷം ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ഒന്നുകൂടെ നമുക്ക് വളരെ ക്ലിയർ ആയി മനസ്സിലാക്കാം. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ A, B, C എന്നീ 3 ആളുകളുണ്ട്. ഇവരുടെ 3 പേരുടെയും സ്പീഡ് വ്യത്യസ്തമാണ്. എയുടെ സ്പീഡ് 2.5 കിലോമീറ്റർ പെർ അവർ ആണ്, ബിയുടെ ആണെങ്കിൽ 3 കിലോമീറ്റർ പെർ അവർ ആണ്, സിയുടെ ആണെങ്കിൽ 2 കിലോമീറ്റർ പെർ അവർ ആണ്. ഈ പോയിന്റിൽ നിന്ന്, അതായത് ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ഇവരുടെ എല്ലാം സ്പീഡ് വ്യത്യസ്തങ്ങളാണ്. അപ്പം കൂടുതൽ സ്പീഡുള്ള ആളായിരിക്കും ഏറ്റവും മുമ്പിലുണ്ടാവുക, അതിന് പുറകിൽ കുറഞ്ഞ സ്പീഡുള്ള ആൾ ഓടുന്നുണ്ടാവും, ഏറ്റവും പുറകിൽ ഏറ്റവും കുറഞ്ഞ സ്പീഡുള്ള ആളായിരിക്കും ഓടിക്കൊണ്ടിരിക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരേ സമയത്തിലാണ്. ഇങ്ങനെ ഓടി ഓടി എത്ര സമയത്തിന് ശേഷമാണ് ഈ 3 പേരും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വീണ്ടും മീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ ഓടുന്നവർ സ്റ്റോപ്പ് ചെയ്യുന്നതായിട്ട് പറയുന്നില്ല, അവർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം ഇവിടെ LCMൻ്റെ ആപ്ലിക്കേഷനാണ് നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക. അപ്പം എന്തിൻ്റെ LCM ആണ് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. അപ്പം ഇവിടെ നമ്മൾക്ക് തന്നിരിക്കുന്നത് സ്പീഡ് തന്നിട്ടുണ്ട്, അതേപോലെ ഡിസ്റ്റൻസും തന്നിട്ടുണ്ട്. ഇവിടെ എത്ര സമയത്തിന് ശേഷമാണ് അവർ കണ്ടുമുട്ടുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ സമയത്തിൻ്റെ ലസാഗുവാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പോൾ സമയം ആദ്യം കണ്ടെത്തണ്ടേ. എങ്ങനെ സമയം കണ്ടെത്താം? നമ്മുടെ ബേസിക് ഫോർമുല എന്ന് പറയുന്നത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിൽ നിന്നും ടൈം സമം ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് നമുക്ക് എടുക്കാം. ഇവിടെ എയുടെ സമയം T1 എന്നത് ഡിസ്റ്റൻസ് ആയ 5 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ എയുടെ സ്പീഡാണ്. സോ 5/2.5 നമുക്ക് 2 അവർ എന്ന് കിട്ടുന്നു. അതേപോലെ ബിയുടെ ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 5 തന്നെയാണ്. ബിയുടെ സ്പീഡ് എന്ന് പറയുന്നത് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 3 കിലോമീറ്റർ പെർ അവർ ആണ്. സോ 5/3 അവർ ആണ്. അതേപോലെ സിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് 5 ആണ്, സ്പീഡ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് 2 കിലോമീറ്റർ പെർ അവർ ആണ്. സോ ദാറ്റ് ഈസ് 5/2 അവർ ആണ് നമുക്ക് വേണ്ടത്. സോ ഇനി ഈ സംഖ്യകളുടെ എല്ലാം ലസാഗുവാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അപ്പം സമയങ്ങളുടെ ലസാഗു കാണുന്നു. ആദ്യത്തെ ആളുടെ സമയം 2 ആണ്, 2നെ 2/1 എന്ന് എഴുതാം. രണ്ടാമത്തെ ആളുടെ സമയം 5/3 ആണ്. മൂന്നാമത്തെ ആളുടെ സമയം എന്ന് പറയുന്നത് 5/2 ആണ്. സോ ഇവരുടെ എല്ലാം LCM കണക്കാക്കണം. ഇവിടെ നമ്മുടെ മുമ്പിലുള്ളത് ഒരു ഫ്രാക്ഷൻ ആണ്. ഒരു ഫ്രാക്ഷൻ്റെ LCM കണക്കാക്കാനുള്ള ടെക്നിക്ക് നമുക്കറിയാം. LCM ഓഫ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്റർ എന്നുള്ളതാണ് ഫോർമുല. സോ ഈ ഫോർമുലയിലേക്ക് നമ്മൾ ഈ കാര്യങ്ങൾ അപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിലുള്ള ആളുകൾ 2, 5, 5 എന്നിങ്ങനെയാണ്. സോ LCM ഓഫ് 2, 5 and 5 ഡിവൈഡഡ് ബൈ HCF ഓഫ് ഡിനോമിനേറ്ററിലുള്ള ആളുകൾ 1, 3, 2 എന്നിവയാണ്. 1, 3 and 2. സോ LCM ഓഫ് 2, 5, 5 എന്ന് വരുന്നത് 10 വരുന്നു. HCF ഓഫ് 1, 3, 2 1 ആണ് വരുന്നത്. സോ 10 അവർ വിൽ ബി ദ റൈറ്റ് ആൻസർ. സോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. എന്താണ് ഇതിൽ നിന്നും നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇവരെല്ലാം ഡിഫറൻറ്റ് സ്പീഡിലാണ് ഓടിക്കൊണ്ടിരുന്നത്. എന്നാൽ 10 മണിക്കൂർ തുടർച്ചയായി ഓടിക്കഴിയുമ്പോൾ ഈ 3 പേരും എന്ത് ചെയ്യും? ഒരേ സമയം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യും. സോ ഈ 3 പേരും 10 മണിക്കൂറിന് ശേഷം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഒരുമിച്ച് മീറ്റ് ചെയ്യും.